ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെയാണ്. പേപ്പർ കട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നിട്ടുള്ളൊരു അളവിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പേപ്പർ കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ബാക്ക് പീസ് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി പേപ്പറിനെ നേരെ ഇതുപോലെ നമ്മുടെ ലൈനിങ് പീസൊക്കെ മടക്കിയെടുക്കുന്നത് പോലെ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നേരെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 16 ഇഞ്ചിൽ നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇതുപോലെ 16 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും നേരെ 16 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്തകലം നമ്മൾ വെക്കുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്തകലത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. നമ്മുടെ ഷോൾഡർ 3 ഇഞ്ചാണ്. നമ്മൾ ഇവിടെ 3 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ ഇവിടെയും ടോട്ടൽ അപ്പോൾ 5.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുക. ഇനി നമ്മൾ ഇവിടെ നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ വെച്ചത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു. 5.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ കൂട്ടിയോജിപ്പിക്കുന്നു. ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുക. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് നമുക്ക് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. നമുക്ക് 40 ഇഞ്ച് കിട്ടും. 40ൻ്റെ 4/1 10 ഇഞ്ച് അങ്ങനെ ഈ 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. നമ്മളൊരു പേപ്പർ കട്ടിംഗ് ആണ്, അതുകൊണ്ട് നമ്മുടെ ഇവിടെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ അടിവശത്തുള്ള നമ്മുടെ ഇടുപ്പളവ് നമുക്ക് 33 ഇഞ്ചാണ്. അപ്പോൾ 33ൻ്റെ 4/1 8.25. അതിൻ്റെ കൂടെ നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി നമ്മളൊരു 3/4 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 8.25 3/4 9 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഒരു 1.25 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മളിങ്ങനെ ക്രോസിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഇനി ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു മാർക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇവിടെ നമ്മുടെ ഈ ഒരു റെഗാളിൻ്റെ ഈ ഒരു ജോയിന്റ് വശത്ത് ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഇറക്കിക്കൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടി ഒരിക്കൽ കൂടി വരഞ്ഞു കൊടുക്കുകയാണ്. ഇതുപോലെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ ബാക്ക് കഴുത്തിറക്കം മാർക്ക് ചെയ്യാണ്. അതിന് മുന്നേ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഷോൾഡർ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന അറ്റാച്ചിങ് ചെയ്യുന്ന ആ ഒരു തുണിക്ക് വേണ്ടിയാണ് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മൾ ടേപ്പിനെ പിടിക്കുന്നു. നമ്മുടെ കഴുത്തിറക്കം 8 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 7.25 നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. ഈ ഒരു 1/4 ഇഞ്ച് നമ്മളിവിടെ കുറക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ അളവ് കറക്റ്റായി 8 ഇഞ്ച് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ കട്ടിങ് തുടങ്ങുന്നത്. നമ്മുടെ കഴുത്തിൻ്റെ നമ്മൾ എങ്ങനെയാണോ മാർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും. ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. പേപ്പർ കട്ടിംഗ് ആണ്, തെന്നി മാറിപ്പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പേപ്പറിനെ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതുപോലെ നമ്മളൊരു 1/4 ഇഞ്ച് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു 1/4 ഇഞ്ചാണ് നമ്മൾ ഇവിടെ വിട്ടത്. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബാക്ക് പീസിനെ ആ ഒരു 1/4 ഇഞ്ചിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വെക്കുക. ഇതുപോലെ വെക്കുന്നു. അപ്പോൾ നമ്മുടെ കഴുത്തകലം നമ്മൾ 2.5 ഇഞ്ചാണ് വെച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 2.5
മുക്കാലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കത് 2.25 ഇഞ്ചാണ് കിട്ടേണ്ടത്. നമ്മുടെ മുകളിൽ കഴുത്തിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്ക് കറക്റ്റ് 2.25 ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ അതിന് നമ്മളിവിടെ കറക്റ്റ് വെച്ചുകൊണ്ട് ഇവിടെ ആ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ തന്നെ മാറിപ്പോകുന്നതിന് വേണ്ടി ഇവിടെയൊക്കെ കണ്ടോ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബാക്ക് പീസ് മാറ്റേണ്ടി വരും. കാരണം നമ്മുടെ ഈ പേപ്പർ കട്ടിംഗ് ആണ്, കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് വരഞ്ഞ് വെക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഇവിടെയും നമ്മുടെ അളവൊക്കെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ അടിവശത്ത് നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്യുന്നു. ആ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് കണ്ടോ, ഇവിടെ അടിക്കുന്ന ഡാർട്സിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ള 3/4 ഇഞ്ചാണ് നമ്മളവിടെ കുറച്ച് മാർക്ക് ചെയ്തത്. ഈ ഒരു ഡാർട്സ് ഇവിടെയാണ് വരിക. ഈ ഒരു ഡാർട്സിന്റെ നീളം നമ്മൾ വെക്കുന്നത് 4.25 ഇഞ്ചാണ്. 4.25 ഇഞ്ചിൽ നമ്മൾ ഈ ഒരു ഡാർട്സിന്റെ മാർക്കിംഗ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ആ ഒരു 3/4 ഇഞ്ച് കുറച്ച് വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു മാർക്കിൽ നിന്ന് 2.5 ഇഞ്ച്. ഇത് നമ്മുടെ മെയിൻ ടെക്കിന്റെ വീതിക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഡാർട്സ് മാർക്ക് ചെയ്ത്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു അളവ് നമുക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ 2.5 ഇഞ്ച് നമ്മുടെ ഈ ഒരു ടെക്ക് നമ്മൾ മാർക്ക് ചെയ്തത്. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ടുകൊണ്ട് നേരെ ടേപ്പിൽ പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ 5.25 മാർക്ക് ചെയ്യുന്നു. കണ്ടോ, നമ്മൾ 6 ഇഞ്ചിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് 5.25 നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ നമ്മൾ ആ ഒരു ഷേപ്പ്, നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ റൗണ്ട് ഷേപ്പ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ആ താവിൽ വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് മുകളിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ തൽക്കാലം ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. കണ്ടോ, ഇവിടെ നമ്മൾ എടുത്ത് മാറ്റുന്നു. അപ്പോൾ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കട്ടിങ് തുടങ്ങുകയാണ്. കണ്ടോ, ഇതുപോലെ കറക്റ്റ് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കണ്ടോ, നമ്മൾ ഇത് ഇവിടെ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് എങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു റഗാൾ ഭാഗമൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത്. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ ഇതുപോലെ കറക്റ്റായി കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വശത്ത് കണ്ടോ, നമ്മുടെ താവ് വശത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, നമ്മൾ ഈ ഒരു ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ നമ്മൾ ഇവിടെ വരെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഇവിടെ ആ ഒരു നമ്മുടെ ബോഡി ലൂസ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നമ്മളൊരു ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് കണ്ടോ, ഇവിടെ വെച്ചാൽ നമുക്ക് കണ്ടോ നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്തപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് വിട്ടിട്ടുമുണ്ട്. ഇനി നമ്മളിവിടെ നമ്മുടെ മെയിൻ ടെക്കിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് നമ്മുടെ കഴുത്തകലത്തിൽ നിന്നും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ടാപ്പിനെ ഇതുപോലെ നേരെ കുത്തനെ പിടിക്കുക. കണ്ടോ, ഇതുപോലെ നേരെ കുത്തനെ പിടിക്കുക. ഇത് നിങ്ങൾ ചെരിച്ച് പിടിക്കാനൊന്നും പാടില്ല, നേരെ കുത്തനെ തന്നെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ടെക്കിന്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 10.5 ഇഞ്ചിലാണ്. കണ്ടോ, 10.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ നേരെ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. നമ്മൾ ഇവിടെ 4 ഇഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കണം, കാരണം സ്കെയിലൊന്നും വെച്ച് വരയാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, നമ്മുടെ ബാൻഡ് നമ്മുടെ ഈ ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ബാൻഡിന്റെ അളവ് ഇവിടെ വരെ മാത്രമേ വരൂ. നമ്മളത് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ച്ചെടുക്കുവാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ ഇടുപ്പളവ് 33 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ 4/1 8.25 ഇഞ്ച്. ആ ഒരു 8.25 ഇഞ്ച് നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് കണ്ടോ ഇവിടെ വിട്ടതിന് ശേഷമാണ് നമ്മൾ 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ഇതുപോലെ ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ കണ്ടോ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇത് നമ്മുടെ സൈഡ് പീസാണ്, ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് കണ്ടോ നമ്മുടെ ഈ ഒരു
പീസിൻ്റെ അടിവശത്ത്, നമ്മുടെ ബാൻഡിൻ്റെ അടിവശത്ത് നിന്ന് ഫ്രണ്ടിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇതുപോലെ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള നല്ല വൃത്തിയും ഫിനിഷിങ്ങോട് കൂടി 2 ഭാഗം കയറി നിൽക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെയിൻ ടെക്കിന്റെ വീതി നമ്മൾ 2.5 ഇഞ്ചാണ് എക്സ്ട്രാ മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്കിന്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും നേർപകുതി 1.25 മാർക്ക് ചെയ്യുക. നമ്മൾ 2.5 ഇഞ്ചാണ് നമ്മളെ ടെക്കിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇവിടെയാണ് ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ടെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ്. ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു മുകളിലേക്ക്, ഇവിടെ നിന്ന് നമ്മളൊരു മുകളിലേക്ക് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇങ്ങനെ വരഞ്ഞെടുക്കും 3/4 ഇഞ്ച് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഇത് കണ്ടോ മാർക്ക് ചെയ്തത് കണ്ടോ, ആ ഒരു നമ്മൾ 1.25 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് 2 ഭാഗത്തേക്ക് മാർക്ക് ചെയ്തിട്ടില്ല. ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ഈ ഒരു വര ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടക്ക് വരുന്നത് ഇവിടെയാണ്. കണ്ടോ, നമ്മുടെ സെൻട്രൽ ഡാർസ് കണ്ടോ, ഇതുപോലെ ഇവിടെ നേരെ വരഞ്ഞെടുക്കുന്നു. ഈ ഒരു ടെക്കിന്റെ നീളം നമ്മൾ വെക്കുന്നത് 3 ഇഞ്ചാണ്. കണ്ടോ, ഇതുപോലെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് കഴുത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, 1/4 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റും. കണ്ടോ, ഇവിടെ നിന്ന് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ടൈറ്റൊക്കെ കിട്ടുവാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ മുകളിൽ നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ, ഇതുപോലൊരു പീസ് നമ്മുടെ റിഗാളിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളതൊരു ലൈൻ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ, നമ്മൾ ആ ഒരു മുകളിൽ നിന്ന് തുടങ്ങുന്നില്ല, ഒരു 1.25 ഇഞ്ചൊക്കെ ഇറക്കി വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മളിങ്ങനെ കട്ടിങ് ചെയ്ത് തുടങ്ങുന്നത്. മുകളിൽ നിന്ന് തുടങ്ങാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ടക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ തോൾ വശത്ത് നിന്ന് വരുന്ന ടക്കാണിത്. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ഈ ഒരു മാർക്കിങ്ങൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ സ്ലീവ് നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് ലെങ്ത് നമുക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, 9.5. ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിൽ കണ്ടോ, ഇവിടെ നമ്മൾ ഷോൾഡർ വശത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചത്. അപ്പോൾ ടോട്ടൽ 9.5 ഇഞ്ച്. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈനിങ്ങിലായിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് പീസ് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുന്നു. എന്നാൽ നമ്മൾ സാധാരണ ബ്ലൗസ് ആണെങ്കിൽ ലൈനിങ് ഒന്നും ഇല്ലാതെ സാധാ ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയുള്ളത് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ അളവ് നമ്മൾ മാർക്ക് ചെയ്യാണ്. അത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയാണ് നമ്മൾ മാർക്ക് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുന്നു. നമുക്ക് 33 ഇഞ്ച് കിട്ടും. 33ന്റെ 4/1 8.25. 8.25 കിട്ടുക. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇഞ്ച് നമ്മളൊരു മാർക്ക് കൊടുക്കുക. ഇതുപോലെ 8.5 ഇഞ്ച് നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിന് ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കൈയുടെ ഷേപ്പിന് വേണ്ടി നമ്മളൊരു 3.5 ഇഞ്ചിൽ മാർക്കിങ് കൊടുക്കുന്നു. ടേപ്പിന് ഇതുപോലെ ക്രോസിൽ പിടിച്ചുകൊണ്ട് ഇവിടെ നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ, ഈ ഒരു മാർക്കിൽ കൂടി കണ്ടോ, ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ കൈയുടെ താഴെയുള്ള ലൂസ് നമുക്ക് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 6 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുന്നു. പ്ലസ് ഒരു 1.25 ഇഞ്ച് നമ്മുടെ തുന്നത്തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു അളവിൽ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഉള്ളിലേക്ക് അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു.
കണ്ടോ ഇതുപോലെ നമ്മൾ വരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് കണ്ടോ, ഈ ഒരു ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മൾ ഈ ഒരു അളവ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ആരുടെയും ബ്ലൗസിൻ്റെ റെഗാൾ അളവ് നമ്മൾ എടുക്കാറില്ല. നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മളിത് കണ്ടെത്തി നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ബാക്ക് പീസാണ് എടുക്കുന്നത്. ബാക്ക് പീസാണ് എടുക്കേണ്ടത്. നമ്മൾ ഇവിടെ മുകളിൽ നമ്മൾ ആ ഒരു അറ്റാച്ചിങ് തുന്നത്തുണി നമ്മളൊരു അരേഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ലൂസിന് വേണ്ടിയുള്ള മാർക്കിംഗ്. നമ്മുടെ പേപ്പർ കട്ടിംഗ് ആണ്. നമ്മുടെ തുണി മാർക്ക് ചെയ്തതുപോലെ കയ്യില്ല. നമുക്കിത് കാണിച്ചു തരാം. എന്നാലും നമുക്കിത് ഒന്ന് നോക്കാം. കണ്ടോ ഇവിടെ നമ്മളൊരു മുകളിൽ ഒരു അരേഞ്ച് നമ്മൾ ആ ഒരു തുന്നത്തുണി വിടുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ പേപ്പർ ആകുമ്പോൾ കണ്ടോ നമുക്ക് ഇതുപോലെ കൃത്യമായി കിട്ടില്ല. എന്നാലും കാണിച്ചു തരാം. കണ്ടോ ഇതുപോലെ കിട്ടും. കണ്ടോ നമ്മൾ ആ ഒരു പേപ്പർ കട്ടിങ്ങിലും നമുക്കത് കിട്ടുന്നുണ്ട്. ഈ ഒരു പേപ്പർ കട്ടിങ് ഇവിടെ കീറിപ്പോകുന്നുണ്ട്. കണ്ടോ ഇവിടെ കീറിപ്പോകുന്നുണ്ട്. കറക്റ്റ് നമ്മൾ അത് ഇവിടെ പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ കണ്ടോ നമുക്കത് കിട്ടും. കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ തുണിയിലാണെങ്കിൽ നമുക്ക് കറക്റ്റായി നമ്മുടെ മറ്റ് ബ്ലൗസ് കട്ടിങ്ങിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമ്മൾ കാണിച്ചു തരുന്നത്. കണ്ടോ ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു പീസ് കണ്ടോ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇവിടെ കണ്ടോ അത് നമ്മൾ ഇതുപോലെ വരുന്നത് കണ്ടോ കണ്ടോ അത് നമുക്ക് അവിടെ നിന്ന് കണ്ടോ ഇതുപോലെ വെച്ചുകൊണ്ട് കണ്ടോ നമുക്ക് ഇവിടെ കണ്ടോ നമ്മളത് കീറിപ്പോവുകയാണ് പേപ്പർ. അതുകൊണ്ടാണ് കണ്ടോ കീറിപ്പോകുന്നു. അപ്പോൾ നമ്മൾ ഇനി കാണിച്ചു തരുന്ന സമയത്ത് അത് കൂടുതലാകും വൈഡ്, കാരണം പേപ്പർ കട്ടിംഗ് ആണ്, അതുകൊണ്ടാണത്. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു പീസിന് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ ഇതുപോലെ നമ്മുടെ സ്ലീവിനെ കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ കണ്ടോ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള നമ്മുടെ ഈ ഒരു ഷേപ്പൊക്കെ ഇതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ വരയുന്ന സമയത്ത് വരഞ്ഞെടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ നമ്മൾ ഈ ഒരു സ്ലീവിനെ കട്ട് ചെയ്ത് എടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൈയുടെ സെൻറ്റർ വശത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കേട്ടോ ഇതുപോലെ മാർക്കിംഗ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിനെ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കേട്ടോ ഇവിടെ മുകളിൽ നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ നല്ല ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്യാൻ മാറ്റുവാൻ വേണ്ടി ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്ക് വരെ നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ ഇങ്ങനെ കറക്റ്റായി വരഞ്ഞെടുക്കുക. കണ്ടോ എൻ്റെ ഇതേ ഷേപ്പിൽ തന്നെ നിങ്ങളിത് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ നമ്മൾ അതൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല. ആ ഒരു മാർക്ക് വരെ മാത്രമേ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാൻ പാടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് കണ്ടോ ഒരു ഈ ഒരു ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഒരു ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ പുതിയൊരു ടൈലറിംഗ്